അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബാക്കി 12 മുതൽ 1 വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. നമ്മൾ ഇനി പറയാൻ പോകുന്നത് 12ാം പാഠം ഖിറാഅത്തുൽ ഫാത്തിഹ. എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ ഓതണം. ആര്? മസ്ബൂക്ക് എല്ലാ റക്അത്തിലും, മസ്ബൂക്ക് അല്ലാതെ എല്ലാവരും. ഫാത്തിഹയിൽ എന്തെല്ലാം സൂക്ഷിക്കണം? ശബ്ദങ്ങൾ, മദ്ദുകൾ, ഹർഫുകൾ, മഖ്റജുകൾ, തർത്തീബ്, മുആവലാത്ത് എന്നിവയെല്ലാം സൂക്ഷിച്ച് ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹയുടെ മുമ്പ് സുന്നത്താണ് ഏതെല്ലാം? ഫാത്തിഹയുടെ മുമ്പ് ഔദു, അതിന് മുമ്പ് 1-ാം റക്അത്തിൽ വജ്ജഹത്തു ഓതുക. സൂറത്ത് ഓതൽ സുന്നത്തുള്ള റക്അത്ത് ഏത്? വെള്ളിയാഴ്ച രാവ് ഇശായിലും ജുമുഅയിലും സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ മുനാഫിഖൂൻ അല്ലെങ്കിൽ സൂറത്തുൽ ആല, സൂറത്തുൽ ഗാശിയ ഓതുക. ഫാത്തിഹയിൽ സുന്നത്താണ് എന്ത്? ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ആമീൻ പറയുക. ഓരോ ആയത്തിന്റെ അവസാനം വഖഫ് ചെയ്യുക. ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക. ഇവയെല്ലാം സുന്നത്താണ്. ഫാത്തിഹ മടക്കി ഓതൽ വാജിബാണ് എപ്പോൾ? ഫാത്തിഹയുടെ ഇടയിൽ നിസ്കാരവുമായി ബന്ധമില്ലാത്ത ദിക്റുകൾ കൊണ്ട് വരികയോ കാരണമില്ലാതെ ദീർഘമായി മൗനം പാലിക്കുകയോ ചെയ്താൽ ഫാത്തിഹ മടക്കി ഓതൽ നിർബന്ധമാണ്. തക്ബീറത്തുൽ ഇഹ്റാം സുന്നത്താണ്. ഇഹ്റാമിൽ സുന്നത്താണ് എന്ത്? തക്ബീറത്തോടുകൂടി 2 മുൻകൈ ഇരു ചുമലിന്റെ നേരെ ഉയർത്തുക. തക്ബീറിന് ശേഷം അത് ചെറിയ പാരഗ്രാഫ് മൊത്തം ഉണ്ട് കേട്ടോ. കൈ ചുമലുകൾക്ക് നേരെ ഉയർത്തൽ സുന്നത്താണ് എപ്പോൾ? റുക്കൂയിലേക്ക് കുനിയുമ്പോഴും അതിൽ നിന്ന് ഉയരുമ്പോഴും 1-ാം തശഹ്ഹുദിൽ നിന്ന് ഉയരുമ്പോഴും ഇപ്രകാരം കൈ രണ്ടും ഉയർത്തൽ സുന്നത്താണ്. നിൽക്കൽ ഫർളാണ് ആർക്ക്? ഏത് നിസ്കാരത്തിൽ? നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കണം. ഇതാണ് ഈ പാഠത്തിൽ ഒന്നും കൂടി മെയിൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പാഠം പറയാം. അർക്കാനു സ്വലാത്ത് 10-ാം പാഠം. അർക്കാനു സ്വലാത്ത് എന്നാൽ എന്ത്? നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സഹിയാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനു സ്വലാത്ത്. നിസ്കാരത്തിന്റെ ഫർളുകൾ എത്ര? 14. ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതിയാകുന്ന നിസ്കാരം ഏത്? മുത്തലഖായ സുന്നത്ത് നിസ്കാരത്തിൽ നിയ്യത്തിൽ സുന്നത്താണ് എന്തെല്ലാം? റക്അത്തുകളുടെ എണ്ണം, അദാ, ഖളാ എന്നിവ വെളിവാക്കലും ഖിബ്ലക്ക് മുന്നോട്ട് അല്ലാഹുവിന് വേണ്ടി എന്ന് കരുതലും നിയ്യത്തിൽ ഉച്ചരിക്കലും സുന്നത്താണ്. നിയ്യത്തിൽ 3 കാര്യം വാജിബായ നിസ്കാരം ഏതാകുന്നു? ഫർള് നിസ്കാരം. അത് 9-ാം പാഠം. ബാങ്കും ഇഖാമത്തും സുന്നത്തുള്ള നിസ്കാരം. 5 വഖത്ത് നിസ്കാരമാണ് ബാങ്കും ഇഖാമത്തും സുന്നത്തുള്ളത്. ഒരാളെയെങ്കിലും കേൾപ്പിക്കേണ്ട ബാങ്ക്. ജമാഅത്ത് നിസ്കാരങ്ങളുടെ ബാങ്കിനെ ഒരാളെങ്കിലും കേൾപ്പിക്കണം. 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരങ്ങൾ. മഗ്രിബ് സുബഹ്, ജുമുഅ. ഇഖാമത്തിന്റെ 2 കലിമ. ഖദ് ഖാമത്തി സ്വലാത്ത്, ഖദ് ഖാമത്തി സ്വലാ. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും മുമ്പ് സുന്നത്തായവ. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും സുന്നത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലലാണ് കേട്ടോ. അടുത്ത പാഠം 8-ാം പാഠം. തയമ്മും. തയമ്മും എന്തിന്റെ പകരമാണ്? വുളൂഇന്റെ. തയമ്മുമിന്റെ ഷർത്തുകൾ ഏതെല്ലാം? സമയമാവുക, തഹൂറായ പൊടിമണ്ണ് കൊണ്ടായിരിക്കുക, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക, തയമ്മുമിന്റെ മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക. തയമ്മുമിനെ എങ്ങനെ നിയ്യത്ത് ചെയ്യണം? ഫർള് നിസ്കാരം ഹലാൽ
വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് കരുതുക. മോതിരം ഊരണം എപ്പോൾ? രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരിവെക്കൽ വാജിബാണ്. അടുത്ത പാഠം കേട്ടോ. ഏഴാം പാഠം. ഹൈള് എന്നാൽ എന്ത്? ഗർഭാശയത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ്. നിഫാസ് എന്നാൽ എന്ത്? പ്രസവം കഴിഞ്ഞ ശേഷം 15 ദിവസങ്ങൾ കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണ്. ഇസ്തിഹാദ എന്നാൽ എന്ത്? ഹൈലിന്റെയോ നിഫാസിന്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തമാണത്. അടുത്ത പാഠത്തിന്റെ പേര് വുളു. ആറാം പാഠം കേട്ടോ. വുളുവിന്റെ പരിപൂർണതക്ക് അത് വേണം. ഏത്? സുന്നത്തുകൾ. മുൻകൈ കഴുകുമ്പോൾ എന്തെല്ലാം ചൊല്ലണം? കിബിലക്ക് മുന്നിടണം. വുളുവിന്റെ സുന്നത്തുകൾ ഞാൻ വീട്ടിൽ നിന്ന് കരുതണം. ഔദു ബിസ്മിൻ ചൊല്ലണം. 2 ഷഹാദത്ത് ചൊല്ലണം. അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ. അടുത്തത് കൊപ്ലിക്കലോടൊപ്പം ചെയ്യണം. എന്ത്? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. അടുത്ത പാഠം. അഞ്ചാം പാഠം. മായോഫ മിനൻ നജാസാതി. നായയുടെ കുറഞ്ഞ രക്തം പൊറുക്കപ്പെടുമോ? കുറഞ്ഞതാണെങ്കിൽ പൊറുക്കപ്പെടും. ചോരക്കുരു ഞെക്കി കൂടുതൽ രക്തമോ ജലമോ പുറപ്പെട്ടാൽ പൊറുക്കപ്പെടുമോ? നിങ്ങൾ തന്നെ പറ. ചോരക്കുരു ഞെക്കി പൊട്ടിക്കുക, എന്നിട്ട് ധാരാളം രക്തം വന്നു, അങ്ങനെയാണെങ്കിൽ അത് പൊറുക്കപ്പെടുമോ? ഇല്ല. വഴിയിൽ നജസാണെന്ന് ഉറപ്പുള്ള ചെടിയുടെ വിധി കുറഞ്ഞത് പൊറുക്കപ്പെടും. അടുത്ത പാഠം. 4ആം പാഠം. നജസുകൾ എത്ര വിധമാണ്? നിങ്ങൾ പറ. നജസുകൾ എത്ര വിധമാണ്? നജസുകൾ 3 വിധമാണ്. ഒന്ന് മുഗല്ലബ്, മുതവസ്സിത്ത്, മുഖഫഫ്. ഓരോരുത്തരുടെ വിശദീകരണം നോക്കാം. മുതവസ്സിത്ത് ഏതെല്ലാം? മലം, മൂത്രം, രക്തം, ജലം, ഛർദിച്ചത്, മദിയ്, വദിയ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് മുഖഫഫ് ഏതാകുന്നു? പാലല്ലാതെ ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫ്. മുഗല്ലബ് എന്നാൽ എന്താകുന്നു? നായ, പന്നി, അവയിൽ നിന്ന് ജന്മം കൊണ്ടവ, ഇവയാണ് മുഗല്ലബ്. നജസിന്റെ രുചി നീങ്ങിയില്ലെങ്കിൽ പൊറുക്കപ്പെടും. എപ്പോൾ? എന്നാൽ മുറിച്ചു കളഞ്ഞാൽ മാത്രമേ നീങ്ങൂ എന്ന അവസ്ഥയിൽ അത് പൊറുക്കപ്പെടും. അടുത്ത പാഠം. അൽമിയ. 3ആം പാഠം കേട്ടോ. വെള്ളം എത്ര വിധമാണ്? നമുക്കറിയാം 3 വിധം. ഏതൊക്കെ? ത്വഹൂർ, ത്വാഹിർ, നജസ്. ത്വാഹിർ എന്നാൽ എന്ത്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. ഉദാഹരണം കഞ്ഞിവെള്ളം. ത്വഹൂർ എന്നാൽ എന്ത്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും. ഇതിനെ മുത്തലക്ക് എന്ന് പറയും. മുത്തലക്ക്. ഇതിന്റെ വേറെ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെച്ചു. ഉദാഹരണം കിണർ വെള്ളം, കുളം വെള്ളം, പുഴവെള്ളം, കടൽ വെള്ളം. നജസ് എന്നാൽ എന്ത്? സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. ഉദാഹരണം മൂത്രം. 2ആം പാഠം. അസ്വലാത്ത്. നിസ്കാരം നിർവഹിക്കണം. എങ്ങനെ? ഭയഭക്തിയോടെയും വിശ്വാസത്തോടെയും. സർവനാശവും ആർക്കാണ്? നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്കാണ് സർവനാശവും എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. കാരണമില്ലാതെ
നിസ്കാരം ഖളാ ആയവൻ വാജിബാണ്. എന്ത് കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരം ഉടനെ തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. കുട്ടികളുടെ നോമ്പിന്റെ വിധിയെന്ത്? കുട്ടികൾക്ക് നിസ്കാരം വാജിബില്ലെങ്കിലും 7 വയസ്സായ മുതൽ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും 10 വയസ്സായിട്ടും നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവരെ അടിക്കലും രക്ഷിതാക്കൾക്ക് വാജിബാണ്. നോമ്പിനും ഇതേ ഉദാഹരണമാണ് കേട്ടോ. അടുത്തത് 1-ാം പാഠം, ലാസ്റ്റത്തെ പാഠം അൽ അഹ്കാമു ശർഇയ്യ. ശർഇയായ വിധികൾ എത്ര? പരിശുദ്ധ ദീനിന്റെ വിധികൾക്കാണ് അൽ അഹ്കാമു ശർഇയ്യ എന്ന് പറയുന്നത്. ഇത് 5 എണ്ണമാണ്. ഏതൊക്കെ? വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാല് എന്നീ 5 എണ്ണമാണ്. ഹലാലിനുള്ള മറ്റു പേരുകൾ ഏതെല്ലാം? ഇതിന് മുബാഹ്, ജായിസ് എന്ന് 2 പേരുണ്ട്. സുന്നത്തിന് എത്ര പേരുണ്ട്? സുന്നത്തിന് മൻദൂബ്, തതവ്വുഅ്, നഫ്ല്, മുസ്തഹബ് എന്നീ 4 പേരുകളുണ്ട്. അടുത്തത് ഫർള് എത്ര വിധമാകുന്നു? ഫർള് 2 വിധമാകുന്നു. ഇതോടുകൂടി നമ്മുടെ പൊതുപരീക്ഷയിലുള്ള ഫിഖഹിലെ 24 പാഠവും നമ്മൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞേക്കാണ്. എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതണം, പഠിക്കണം. പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യണം. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.